ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇടിയപ്പം, ചപ്പാത്തി, പൂരി അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ കുക്കറിലേക്ക് 2 ചെറിയ സവാള നീളത്തിന് കട്ടി കുറച്ചിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണേലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. നമ്മൾ ഈ ഒരു കറിക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേകാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന ഒരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ എന്താ മിക്സിൻ്റെ ജാറിലേക്ക് 1 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി ഒന്ന് കുറുകി കിട്ടുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഞാൻ കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുവാണ്. ഉപ്പ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഞാൻ 2 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കുക. പൊടി ഒന്ന് മൂത്ത് വരുമ്പം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ പൂരി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.